നമ്മൾ ഇപ്പോൾ ഗുണ്ടൽപേട്ട് റോട്ടിൽ പോകുമ്പോൾ വലത്ത് സൈഡിൽ കാണുന്നതാണ് മൈസൂർ എയർപോർട്ട്. നമ്മളിപ്പോൾ ബാംഗ്ലൂർ ഹൈവേയിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇപ്പം നമ്മൾ കാണുന്നത് മൈസൂർ എയർപോർട്ടാണ്. ഗുണ്ടൽപേട്ട റോഡാണ് ഇപ്പോൾ പോയത്. ബാംഗ്ലൂർ ടു മൈസൂർ എക്സ്പ്രസ് ഹൈവേ കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ മൈസൂരിൽ നിന്ന് ഗുണ്ടൽപേട്ടയിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ആ റോഡിനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് എയർപോർട്ടിൻ്റെ കവാടം. ഇവിടെ മൈസൂർ ഇതാണ് എൻട്രൻസ്. മൈസൂരിൽ നിന്നും കാലിക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഊട്ടി റോഡ് ഗുണ്ടൽപേട്ടയിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കണ്ടെത്തുന്ന ടോൾ ബൂത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. റോഡിൻ്റെ ഇടതുവശത്തായി നീല ബോർഡിൽ വെള്ള അക്ഷരങ്ങളിൽ എഴുതി വെച്ചത് ടോൾ കടക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളും അവിടെ ആർക്കെല്ലാം ഫ്രീ ആയിട്ട് പോകാം, അത് പാലിച്ചിട്ടില്ലെങ്കിൽ എന്തെല്ലാം നിയമ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതെല്ലാമാണ് എഴുതി രേഖപ്പെടുത്തിയത്. ഇവിടുത്തെ ടോളിനൊരു പ്രത്യേകത അത്യാവശ്യത്തിന് ലൈനായിരിക്കും എന്നുള്ളതാണ്. കുബേര, ഇതിൽ ഓരോന്നും വായിച്ചാൽ നമുക്കറിയാൻ പറ്റും. 2 വീലേഴ്സ്, ഓവർസൈസ് വെഹിക്കിൾ, ബസ്, ട്രക്ക്, LMV, ലൈൻ 3. ഇത് അങ്ങോട്ട് പോകാൻ 1, 2, 3, 4, 5 ലൈൻസ്. ഇങ്ങോട്ട് വരാൻ വെറും 2 ലൈനാണ്. നമ്മൾ ടോൾ കടക്കുമ്പോൾ ഒരു കോല് താവുന്നതാണ്. ആ കോല് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പൊന്തുന്നതാണ്. അത് പൊന്തി കഴിഞ്ഞാൽ നമുക്ക് ടോൾ കടന്നു പോകാം. കണ്ടോ, ഇനി നമ്മളെ കാണുമ്പോൾ ആ കോല് താവുന്നതാണ്. കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ കോൽ ഓട്ടോമാറ്റിക്കലി പൊന്തുന്നതാണ്. അങ്ങനെ പൊന്തി കഴിഞ്ഞാൽ നമ്മളെ വണ്ടി മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മൾ ടോളും കടന്നു പോവുകയാണ്. റോഡിൽ പോകുമ്പോൾ റോഡരികിൽ നാവൽപ്പഴം സുലഭമായിട്ട് കാണാവുന്നതാണ്. വശത്തേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേബേജ് കൃഷി, പിന്നെ അതുപോലെ തമിഴ്നാടിൻ്റെ വീതികളിലൂടെ പോകുമ്പോൾ അതിമനോഹരമായ ഗ്രാമവും ഗ്രാമത്തിലെ ഗ്രാമവാസികളെയും കാണുമ്പോൾ അറിയാതെ നമ്മളുടെ മനസ്സിനൊരു കുളിർമയാണ്. നമ്മൾ ഏത് നാട്ടിൽ പോകുകയാണെങ്കിലും അവിടുത്തെ കൺസ്ട്രക്ഷൻ, അവിടുത്തെ രീതി, ജീവിത ശൈലി ഇതെല്ലാം കാണണം. നമ്മളിപ്പോൾ ഗുണ്ടൽപേട്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് കയറാൻ പോവുകയാണ്. ഇതാണ് നാവൽപ്പഴം. റോഡരികിൽ കുറേ കാണും, പക്ഷേ ഒരു കിലോന് 300 പറയുന്നത്. നമ്മളിപ്പോൾ ഗുണ്ടൽപേട്ട് എന്നുള്ള ബോർഡ് കാണും. അതിൽ എഴുതിയിട്ടുണ്ട് ഊട്ടിയിലേക്ക് ഇവിടെ നിന്ന് 100 കിലോമീറ്റർ, ബന്ദിപ്പൂരിലേക്ക് 18. എല്ലാ ഡീറ്റെയിലും ആ ബോർഡിലുണ്ട്. ഓക്കെ, ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു കഴിക്കുന്ന സ്പെഷ്യലുണ്ട്, ഒരു ബദാം മിൽക്ക് ഷേക്ക്. അത് നമുക്ക് ഇവിടുന്ന് ഇടത്തെ സൈഡ് ഞാൻ അങ്ങനെ പിടിച്ച ഗുണ്ടൽപേട്ടയിൽ നിന്നും ഇനി നമ്മൾ വലത്തോട്ടാണ് കാലിക്കറ്റിലേക്ക് പോകാൻ നേരത്ത് തിരിയുക. നേരെ പോയാലാണ് നമ്മളെ ബന്ദിപ്പൂർ ഇതെല്ലാം ഉള്ളത്. ആ സിഗ്നലിന് മുമ്പായിട്ട് വലത് സൈഡിലായിരിക്കും നമ്മളെ ചെക്ക് പോസ്റ്റ് ഉണ്ടാവുക. നമ്മളെ ബദാം ഷേക്കും ഇവിടെ തന്നെ ഉണ്ടാവുക. കേവലം 30 രൂപക്ക് വളരെ രുചി ഏറിയതും അതിലേറെ പുതിയൊരു അനുഭവം സമ്മാനിക്കുന്നതുമായ ബദാം മിൽക്ക് ഷേക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം.
അടുത്താണ് നമ്മുടെ RTO ഉള്ളത്. ഇവിടുന്ന് നമ്മൾ വലത്തോട്ട് കയറുമ്പോൾ കോഴിക്കോട്ടേക്ക് നേരെ പോകുന്ന റൂട്ടാണ് ബന്ദിപ്പൂർ ഇതിലേക്ക് കണ്ടത്. ഓക്കെ, ഇവിടെ കണ്ട ഓട്ടോകൾ വളരെ ശ്രദ്ധമായിട്ട് ടാക്സികൾ പോലെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. നമ്മൾ യാത്ര നേരെ തിരിക്കും. നമ്മളിപ്പോൾ ഗുണ്ടൽപേട്ടയിൽ നിന്നും മുത്തങ്ങ റോഡിലേക്ക് ഇവിടെ ഒരുപാട് കൃഷികൾ കാണും. അതാണ് ആവല്. ആ കോലെന്താ താവണില്ലേ? ആ പച്ചത്തി പോട്ടെ. ആറാടാ അവിടെ ഫോർത്ത് ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ആനയുണ്ടോ എന്താ അറിയില്ല. വണ്ടികൾ ഭയപ്പെട്ട് റിവേഴ്സ് എടുക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല. ഉണ്ടോ? ആയിക്കോട്ടെ, ഈ എടുക്ക് വണ്ടി ഒറ്റ മോനെ ഇവിടെയാണല്ലേ. എൻ്റെ മോനെ ആന. ആ ചെറിയൊരു ആനക്കുട്ടിയുണ്ട്. എൻ്റെ മോ ആനതറ. നമ്മൾ ആനകളെ കണ്ടു. അതാ ഇത് കണ്ടില്ലേ? ഇത് കണ്ടോ ഗെയ്സ്? നമ്മൾ ആനകളെ കണ്ടു. എല്ലായിടത്തും ആനൻ്റെ കുട്ടിയാട്ടോ. അവിടെ ഒരു കത്തിയോ